IPL മത്സരങ്ങൾ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നു എന്നതാണ് ബ്ലാക്ക് ഔട്ടിന്റെ അല്ലെങ്കിൽ ഹിമാചലിൽ നടക്കുന്ന IPL മത്സരങ്ങൾ നിർത്തിവെച്ചിരിക്കുന്നു. നിലവിലെ പഞ്ചാബിൽ നടക്കുന്ന IPL മത്സരങ്ങൾ നിർത്തിവെച്ചിരിക്കുന്നു. നിലവിലെ സാഹചര്യങ്ങൾ സുരക്ഷ കണക്കിലെടുത്തുകൊണ്ടാണ് അങ്ങനെ ഒരു മുൻകരുതൽ നടപടി. അതൊക്കെ സ്വാഭാവികമാണ്. യുദ്ധ സാഹചര്യം ഉണ്ടായാൽ നമ്മുടെ നാട്ടിലെ പൗരന്മാർ അതിനനുസരിച്ച് ഉണരണം. ഇന്നലെ മോക്ക് ഡ്രിൽ നൽകിയത് സൈന്യം മാത്രമല്ല, ഈ രാജ്യത്തെ ഓരോ സാധാരണ പൗരനും ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ മുൻനിരയിൽ നിൽക്കണം എന്ന ഓർമ്മപ്പെടുത്തലായിരുന്നു മോക്ക് ഡ്രിൽ. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് മറ്റ് സംവിധാനങ്ങൾ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും രീതിയിലുള്ള മറ്റു പരിപാടികൾ ഉണ്ടെങ്കിൽ നിലവിലെ ഈ സാഹചര്യത്തെ അതെല്ലാം നിർത്തിവെക്കുക. ജനങ്ങളുടെ സുരക്ഷയാണ് വലുത്, രാജ്യത്തിൻ്റെ അഭിമാനമാണ് വലുത്, രാജ്യത്തിൻ്റെ പരമാധികാരമാണ് വലുത്. പി ബസൻ, IPL മത്സരം നിർത്തിയിരിക്കുന്നു, സ്വാഭാവികം, അത് നടക്കട്ടെ. ഇന്ത്യ ഒരു തരത്തിലും പാകിസ്ഥാന്റെ ഈ യുദ്ധ കാഹളത്തിന് മുന്നിൽ വഴങ്ങില്ല. അതിനുള്ള മറുപടി കൊടുത്തുകൊണ്ടേയിരിക്കുമെന്ന് നമ്മൾ അറിയിച്ചുകൊണ്ടിരിക്കണം. 3 വിമാനങ്ങൾ വീണിട്ടും പാകിസ്ഥാൻ പഠിക്കുന്നില്ലേ? ദിവിഷ്, ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വരുന്ന വിവരം ഉദ്ധംപൂർ അതുപോലെ തന്നെ ജമ്മു എന്നീ വ്യോമ താവളങ്ങൾ, അതായത് വ്യോമസേനയുടെ താവളങ്ങൾ സുരക്ഷിതമാണ് എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ വരുന്നത്. പാകിസ്ഥാൻ ഇന്ത്യയിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് തന്നെയാണ് ആക്രമണം നടത്തിയത്. വ്യോമതാവളങ്ങൾ, അതോടൊപ്പം ശ്രീനഗർ എയർപോർട്ടും ജമ്മു എയർപോർട്ടും അടക്കമുള്ളവ, ജയ്സാൽമേറിലെ എയർഫീൽഡുമാണ് പാകിസ്ഥാൻ ലക്ഷ്യമിട്ടിരുന്നത്. അതിനു വേണ്ടിയിട്ടാണ് 8 മിസൈലുകൾ, ഡ്രോൺ മിസൈലുകൾ വന്നത്. പക്ഷേ ഇവയെല്ലാം തന്നെ ഇന്ത്യയുടെ S-400 ട്രയംഫ് മിസൈലുകൾ ന്യൂട്രലൈസ് ചെയ്തു അല്ലെങ്കിൽ തകർത്തു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അതിനിടയിലാണ് പാകിസ്ഥാന്റെ വ്യോമാക്രമണവും ഉണ്ടായത്. ഈ 2 JF-17, അതായത് ചൈനീസ് നിർമ്മിത വിമാനങ്ങൾ തകർന്നു എന്നുള്ള വിവരം ഔദ്യോഗികമായി വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു F-16 വിമാനവും തകർന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണുള്ളത്. 2 JF-17 വിമാനങ്ങൾ തകർത്തു എന്നാണ് ഇപ്പോൾ വരുന്നത്. ജമ്മുവിൽ നിന്നും ഉയർന്നു പൊങ്ങിയ ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ, അല്ലെങ്കിൽ പോർ വിമാനങ്ങളാണ് ഈ പാകിസ്ഥാൻ പോർ വിമാനങ്ങളെ നേരിട്ടത്. ഏതായാലും ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് റിപ്പോർട്ടുകൾ, അതായത് നാവികസേന കറാച്ചി ലക്ഷ്യമാക്കി നീങ്ങി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ വലിയൊരു സംഘർഷത്തിലേക്ക്, വലിയൊരു യുദ്ധത്തിലേക്ക് തന്നെയാണ് നമ്മളിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണ്ട് ഏറ്റവും ഒടുവിൽ ഇന്ത്യയുടെ നാവികസേന ചലിച്ചപ്പോൾ അന്നൊരു രാഷ്ട്രമുണ്ടായി, ബംഗ്ലാദേശ് എന്നുള്ള സമാനമായ സാഹചര്യം ഇപ്പോൾ ഉണ്ടാകുമോ എന്നുള്ളതാണ്. 1971 കറാച്ചി തുറമുഖം പാടെ തകർത്തുകൊണ്ടുള്ള ഒരു നാവികസേനയുടെ നീക്കമാണ് അന്നുണ്ടായത്. INS വിക്രാന്ത് അടക്കമുള്ളവ കാർവാർ അടക്കമുള്ള മേഖലകളിലുണ്ട്. നാവികസേനയുടെ അഭ്യാസം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ അറബിക്കടലിലും തുടരുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. 78 നോട്ടിക്കൽ മൈൽ വ്യത്യാസം മാത്രമാണ് ഇന്ത്യയും പാക് നാവികസേനയും തമ്മിലുള്ള വ്യത്യാസം എന്നുകൂടി നേരത്തെ വിവരങ്ങൾ പുറത്തു വന്നിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നാവികസേനയും ചലിച്ചു തുടങ്ങി എന്നുള്ള വിവരങ്ങൾ വരുന്നത്. പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും തന്നെ സ്ഥിരീകരണം വരുന്നുണ്ട്. തങ്ങളുടെ 2 പോർ വിമാനങ്ങൾ തകർന്നതായി അവർ സ്ഥിരീകരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. ഒപ്പം 3 വിമാനങ്ങളെ തകർത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. F-16 അത് അമേരിക്കൻ നിർമ്മിത വിമാനമാണ്. ഒപ്പം J-17 ചൈനീസ് നിർമ്മിത വിമാനം. അങ്ങനെ 3 വിമാനങ്ങളെ ഇന്ത്യയെ ആക്രമിക്കാനുള്ള ശ്രമങ്ങൾക്കിടയിൽ ആകാശത്ത് വെച്ച് തന്നെ ഇന്ത്യൻ പോർ വിമാനങ്ങൾ ഭേദിച്ചിരിക്കുന്നു, അവയെ തകർത്തിരിക്കുന്നു. ഒപ്പം അതിനു മുൻപ് ഒരുപാട് ഡ്രോണുകളുടെ ഒരു കൂട്ടമാണ് എത്തിയത് എന്നാണ് മനസ്സിലാകുന്നത്. ജമ്മുവിലടക്കമുള്ള ആളുകൾ പറഞ്ഞത് അതിനെല്ലാം ആകാശത്ത് വെച്ച് തകർക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. ഒപ്പം മിസൈൽ ആക്രമണത്തിൽ 8 മിസൈലുകൾ ഇന്ത്യ വെടിവെച്ചിട്ടു. ഇപ്പോൾ കറാച്ചി ലക്ഷ്യമാക്കുകയാണോ എന്നറിയില്ല. ഇന്ത്യൻ നാവികസേന ചലിച്ചു തുടങ്ങിയിരിക്കുന്നു.